ഹായ് മൈ ഡിഫൻസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പ്രിൻസിപ്പാളാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഇനി പ്രിലിംസിൻ്റെ അപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞു. ഇനി വരുന്ന കുറഞ്ഞ മാസങ്ങൾ, കുറഞ്ഞ ദിവസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, UPSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രിലിംസ് ക്രാഷ് കോഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 7,000 rupees വരുന്ന പ്രോഗ്രാമാണ്, ഒരു സ്പെഷ്യൽ ഓഫറിൽ. ഓക്കെ, കുറച്ച് പേർക്കും കൂടി 1,999 രൂപയ്ക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രോഗ്രാം വരുന്നത്? കുറഞ്ഞ പേർക്കാണ് ഈ ഒരു ഓഫറിൽ സീറ്റ് ഉള്ളത്. 20 പേർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. ഓക്കെ, ചെറിയൊരു ഇൻക്രീസ് ഇപ്പോൾ വന്നതാണ് നമ്മുടെ ഓഫറിൽ. അപ്പം ആ ഒരു ഓഫറോട് കൂടി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉടൻ തന്നെ എന്ത് ചെയ്യാം, സ്ക്രീനിലെ നമ്പറുമായിട്ട് ഉടൻ ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം, കുറഞ്ഞ സീറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ആ പ്രോഗ്രാം വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളോ അതുമായി ബന്ധപ്പെട്ട UPSC പഠിക്കാൻ പോകുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന ആളുകൾ പൂർണ്ണമായിട്ട് കാണുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന നമ്പറിലൊക്കെ എന്ത് ചെയ്യാം, ഉടനെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ കുറഞ്ഞ 3 മാസമാണുള്ളത്. അപ്പോൾ 3 മാസത്തെ പഠനം എന്ന് പറയുന്നത് മറ്റുള്ള നമ്മളിപ്പോൾ ഒരു വർഷം ഉണ്ടാവുന്ന രീതിയിലുള്ള പഠനമായിരിക്കില്ല. അപ്പോൾ അത് വ്യക്തമായൊരു സ്ട്രാറ്റജി തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇനി വരുന്ന 3 മാസം എങ്ങനെ പഠിക്കണം എന്നുള്ള വ്യക്തമായൊരു സ്ട്രാറ്റജി, പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പറഞ്ഞു തരും. എന്നിട്ട് നമ്മുടെ ക്ലാസ് വരുന്ന സൂമിലൂടെയാണ്. എല്ലാ ദിവസവും ക്ലാസ്, ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടായിരിക്കും. അഥവാ സൺഡേസിനൊക്കെ ഒഴിവുണ്ടാവും, അത് വെച്ച് നിർത്തിയാൽ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ക്ലാസ് ഉണ്ടാവും. ഡെയിലി ഒന്നെങ്കിൽ ഏർലി മോർണിംഗ് 7 മണിക്ക് അല്ലെങ്കിൽ ഈവനിങ് 7 മണിക്കായിട്ടാണ് ടൈമിംഗ് വരുന്നത്. അങ്ങനെ ടൈമിംഗ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിയുള്ള ടൈമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡെയിലി 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് ക്ലാസ് ഉണ്ടാവും. ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണ്. ക്ലാസ് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റെക്കോർഡർ വീഡിയോസും ഉണ്ടാവും. അതിന് അൺലിമിറ്റഡ് വാലിഡിറ്റി ഉണ്ടാവും. എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം, റിവിഷനായിട്ട് കാണാം, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഡെയിലി എടുക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഡെയിലി പ്രീവിയസ് ക്വസ്റ്റിന് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഡിസ്കഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ മെറ്റീരിയൽ, ഫുൾ റിവിഷൻ, ഫുൾ ടെസ്റ്റും ഉണ്ടാവും. അഥവാ ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ചെക്ക് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ സ്വയം വിലയിരുത്താനും നമ്മളുടേതായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതേ രീതിയിൽ ഡീപ്പായിട്ട് പ്രിലിംസിലോട്ട് വരുന്ന കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ, അഥവാ ഈ GS1 വരുന്ന ആർട്ട് ആൻഡ് കൾച്ചർ, അതുപോലെ തന്നെ ആൻഷ്യൻ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പൊളിറ്റി ആൻഡ് ഗവേണൻസ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ്, പിന്നെ 1 ഇയർ കറണ്ട് അഫയേഴ്സ്, CSATന്റെ കുറച്ച് ക്ലാസ്സുകൾ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത്. പ്രിലിംസിലോട്ടുള്ള കംപ്ലീറ്റ് സബ്ജക്ട് കിട്ടും. 1 ഇയർ കറണ്ട് അഫയേഴ്സ്, വിഷൻ IASന്റെ ബേസിലുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും. 1 ഇയർ കറണ്ട് അഫയേഴ്സും അതിന്റെ ഡിസ്കഷൻസും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ ഇനി വരുന്ന 3 മാസം ഇന്റൻസീവ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് എല്ലാ സബ്ജക്റ്റും ഒരു സബ്ജക്റ്റും ഇല്ലാതെ കവർ ചെയ്ത് ഓൾറെഡി പഠിച്ച ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, റിവിഷനായിട്ട് ഉപയോഗപ്പെടുത്താം. ഒട്ടും പഠിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ടും വേണം. ഒരു പ്രാവശ്യമെങ്കിലും സബ്ജക്റ്റ് കണ്ടു തീർത്താലല്ല നമുക്ക് എക്സാം വരുന്ന സമയത്ത് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഡീപ്പായിട്ട് ഇനി വരുന്ന സമയം നമുക്ക് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പഠിച്ച് മുന്നേറാം. അതിനുവേണ്ടി വളരെ കുറഞ്ഞ ഫീസിലുള്ള ഈ പ്രോഗ്രാം താല്പര്യപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഉടൻ നമ്മുടെ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലൊക്കെയുള്ള നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട്സിനും ഇവിടെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി 2024 പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണെങ്കിൽ 2024 ഫൗണ്ടേഷൻ പ്ലസ് PCM ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഏറ്റവും ബേസിക്കുള്ള NCERT മുതൽ തുടങ്ങി ഡീപ്പായിട്ട് കംപ്ലീറ്റ് സബ്ജക്റ്റ് പോകുന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും